തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ബാഹ്യശക്തികൾ എന്നെ നശിപ്പിക്കും. അൾട്രാ ഹ്യൂമൺ എക്സ്പെരിമെൻറ്റ്. ഹായ്, വൈദ്യരാജ് ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ മറുനാടൻ മലയാളിയിൽ ഇറങ്ങിയ ഒരു വൈറൽ വീഡിയോയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അതിൽ റീന എന്ന് പറയുന്നൊരു സ്ത്രീ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുന്നൊരു സ്ത്രീ. അവർ പറയുകയാണ്, ബാഹ്യമായ ശക്തികൾ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു, അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നല്ല. അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ മാത്രമെന്ന് നമുക്ക് കാണാം. ഞാനൊരു വ്യക്തി 11 വർഷമായിട്ട് ഓസ്ട്രേലിയ താമസിച്ച ഒരാളാണ്. 11 ഇയേഴ്സ് അവിടെ താമസിച്ച് ഐ വർക്ക് ഫോർ ദ ഗവൺമെന്റ്, ഐ വർക്ക് ഫോർ ടോപ്പ് ലെവൽ ബാങ്ക്സ്, ടീം ലീഡറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. നല്ല പൊസിഷനായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ നമ്മളെ പിന്തുടരുക, നമുക്കറിയാൻ മേലാത്ത ആൾക്കാർ വണ്ടികൾ നമ്മുടെ അടുത്ത് വന്ന് നിർത്തുക, അനാവശ്യമായ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ആവർത്തിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഇത് ആവർത്തിക്കാൻ തുടങ്ങി. പിന്നെ 3-4 ആൾക്കാർ എന്നെ പിന്തുടരാൻ തുടങ്ങി. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ 3-4 വാഹനങ്ങൾ വന്ന് നമ്മുടെ വണ്ടി ബ്ലോക്ക് ചെയ്യുക, നമ്മുടെ വണ്ടി ഇടിക്കാൻ ശ്രമിക്കുക, നമ്മുടെ റോഡിൽ നിന്ന് തള്ളിവിടാൻ നോക്കുക. നമ്മൾ കാർ പാർക്കിൽ, നമ്മളിപ്പം ഞാൻ സ്റ്റേഷൻ കാർ പാർക്കിൽ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു വണ്ടി 60 to 80 കിലോമീറ്റർ സ്പീഡിൽ ആക്സിലേറ്റർ സ്പീഡപ്പ് ചെയ്തിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വണ്ടി എന്നെ ഇടിക്കാൻ വരാൻ വരുന്നു. ഞാൻ ലിറ്ററലി ഓടുവാണ്, എൻ്റെ ജീവനം കൊണ്ട് ഞാൻ ഓടുവാണ് ചെയ്തത്. ഒരു ബന്ധമില്ലാത്ത ഒരാൾ വീടിന്റെ മേളിൽ കയറിയിരിക്കുന്നു. പട്ടാപ്പകല് ഞാൻ നോക്കുമ്പോൾ ഒരു ലാഡറും വെച്ച ഒരാൾ മേളിൽ കയറിയിരിക്കുന്നു. ഏത് വീടിന്റെ? ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന സമയത്താണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു യൂണിറ്റിൽ താമസിക്കുകയാണ്. അതേസമയം രാത്രി ഒരു 8:30-9 മണി ആയപ്പോൾ ആൾക്കാർ സംസാരിക്കുന്ന കേട്ട് ഞാൻ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ 2 ആൾക്കാർ വീടിന്റെ ഒളിവിൽ ഇങ്ങനെ പാത്തിരിക്കുന്നു. ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പോൾ ഇവർ 2 പേരും ഓടി. അപ്പം ഞാൻ ഉറങ്ങുന്ന സമയത്ത്, രാത്രി സമയത്ത് വരും ഗരാജ് ഓപ്പൺ ചെയ്യുന്നു, എൻ്റെ കാർ ആക്സസ് ചെയ്യുന്നു. ദിസ് ഇസ് മെനി മെത്തേഡ്സ് ഓഫ് ദം ഡൂയിങ് ഇറ്റ്. വെൻ ഇൻ എ ഷോപ്പിംഗ് മോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനൊരു ഷോപ്പിംഗ് മോളിൽ പോയി, ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ സകല കടയിൽ, ഞാൻ കയറുന്ന കടകൾ കയറുന്നു. ഞാൻ എടുക്കുന്ന സാധനങ്ങളുടെ ഇടയിൽ കൈയിട്ട് അവരെടുക്കുന്നു. ഞാൻ ക്യൂവിൽ കയറി എന്നെ മൂലി ഇടിച്ചു കയറി അവർ ആദ്യമേ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ആശുപത്രി പോയപ്പോൾ ഞാൻ ക്യൂവിൽ കയറി വന്നിന്ന് ഒരു ബന്ധമില്ലാത്ത ഒരു കുട്ടി ഇടിച്ചു കയറി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. അവളെ കുട്ടിയുടെ കൂടെ ഒരാളുണ്ട്, അയാൾ മുഖം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഹിസ് ട്രൈങ് ടു കവർ ഹിസ് ഐഡന്റിറ്റി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതാ വിട്ടേക്കുന്ന ഒരാളാണ്. ഇവർ തന്നെ ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, തനിക്ക് സ്കിസോഫീനിയ അല്ല, സ്കിസോഫീനിയ എന്ന് പറഞ്ഞൊരു അസുഖമേ ഇല്ല എന്നല്ല. നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ, സ്കിസോഫ്രീനിയ ഉണ്ട്, നിങ്ങൾക്ക് ഡിലീഷൻ എന്ന് പറയുന്നു. അങ്ങനെ ഒരു രോഗം ഇല്ല. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, മെഡിക്കൽ ഹിസ്റ്ററി സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന സംഭവം ഇല്ല. എന്താണ് സ്കിസോഫീനിയ? സ്കിസോഫീനിയ എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ്. മാനസിക രോഗങ്ങൾ ഏറ്റവും അപകടകാരിയും എന്നാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുമാണ് സ്കിസോഫീനിയ. ഇതിനകത്ത് ഡിലൂഷൻ ഉണ്ടാവാം, ഹാലൂസിനേഷൻ ഉണ്ടാവാം, ഡിസോർഡർ തോട്ട് ഉണ്ടാവാം, ഡിസോർഡർ മൂവ്മെൻറ്റ് ഉണ്ടാവാം. ഇതെല്ലാം മിക്സ് ചെയ്ത് വരാം. ഡിലൂഷൻ എന്ന് പറഞ്ഞാൽ സംശയം, മറ്റാരെങ്കിലും തന്നെ ഉപദ്രവിക്കാൻ വരുന്നു, അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, താൻ പോകുന്ന വഴിക്കെല്ലാം അവർ വരുന്നു എന്നെല്ലാം തോന്നാം. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായിട്ട് തോന്നാം. അത് വിഷ്വലായിട്ടും ഓഡിറ്ററി ആയിട്ടും രണ്ടും ഉണ്ടാവാം. ഇല്ലാത്ത ഒരാളെ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. രാത്രിയെല്ലാം നമ്മൾ പോകുന്ന വഴിക്ക് ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട്, ഒരു ഷാഡോ കാണുന്നുണ്ട്, പിന്നിൽ ഒരാൾ വരുന്നതായിട്ടെല്ലാം തോന്നാം. അതുപോലെ തന്നെ അശരീരിയായിട്ട് നമ്മളെപ്പറ്റി ആരെങ്കിലും പറയുന്നതായിട്ടോ, അല്ലെങ്കിൽ ബൈജു എന്നിപ്പോൾ ആരോ വിളിച്ചു, നിങ്ങൾ കേട്ടില്ലേ, അതേപോലെ തോന്നാം. ഓഫീസിൽ പോകുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ നമ്മളെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയാണെന്ന് തോന്നാം, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ആൾ നമ്മളെപ്പറ്റി പറയുകയാണെന്ന് തോന്നാം. ചിലപ്പോൾ ഈ ആൾ അതിന് പ്രതികരിക്കും, ചിലപ്പോൾ അടുത്ത വീട്ടിലേക്ക് കല്ല് വലിച്ചെറിയുകയോ ചീത്ത പറയുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് അവരുടെ ലൈഫിൽ തീരാം. കാരണം ചിലപ്പോൾ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ട് തോന്നാം, പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് തോന്നാം, സീരിയസ് ആയിട്ട് അവരുടെ ലൈഫ് തന്നെ മാറാം. ഇതിന് പ്രാരംഭ ദിശയിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം, അതായത് 6 മാസമോ 1 വർഷമോ ഒക്കെ കൊണ്ടെല്ലാം മാറ്റാം. ഇതിന് മാനസികമായിട്ടുള്ള കൗൺസിലിങ്ങും അതുപോലെ തന്നെ മെഡിറ്റേഷനും ആവശ്യമാണ്. ചിലപ്പോൾ അത് നിയന്ത്രിച്ച് ജീവിത അവസാനം വരെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇത് പുരുഷന്മാരിലാണ് കൂടുതൽ കണ്ടുവരിക. 16 മുതൽ 20 വയസ്സ് വരെയുള്ള സമയങ്ങളിലായിരിക്കും ആദ്യമായിട്ട് ഇതുണ്ടാവുക. എന്നാൽ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വൈകി, ഏകദേശം 20 വയസ്സിന് ശേഷമായിരിക്കും ഉണ്ടാവുക. സ്ത്രീകൾ വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ. ഇത് അധികവും കണ്ടുവരുന്നത് നല്ല ബുദ്ധിയും വിവരവുമുള്ള ആളുകളിലാണ്. അത് കാരണം തന്നെ അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവും. പക്ഷേ അവർ ഈ അസുഖം ഉണ്ടെന്ന് സമ്മതിച്ചു തരില്ല. കാരണം അവർ റിയലായിട്ടത് കേൾക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും തോന്നലാണല്ലോ അവരുടെ റിയാലിറ്റി. അത് കാരണം തന്നെ പലരും ചികിത്സയ്ക്ക് സമ്മതിക്കാറില്ല. ഇനി റീന പറയുന്ന കാര്യങ്ങളിലെ ചില ശാസ്ത്രീയത നോക്കാം. ഇവർ പറയുന്നുണ്ട്, ബാഹ്യശക്തികൾ നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിച്ച് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാം. ഒരു മൊബൈൽ ഫോണിൽ സിഗ്നൽ എത്തുന്ന രീതിയിൽ. നമ്മളൊരു മൊബൈലിൽ നിന്ന് കോൾ ചെയ്യുന്നു, നമുക്ക് എങ്ങനെ അറിയാതെ വേറെ ഇന്റർനാഷണൽ കണക്ട് ആയി? ഈ കാലത്ത് ചിപ്പിന്റെ ആവശ്യമില്ല. ദേ യൂസ് 5G ടവേഴ്സ് ആൻഡ് സാറ്റലൈറ്റ്സ്. ഇപ്പൊ നമ്മുടെ തലച്ചോറിലെ ബ്രെയിൻ പാറ്റേൺ കിട്ടിയ അവർക്ക് സിമ്മും ഇതൊന്നും ആവശ്യമില്ല. യു ആർ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ടു ദ ടവർ വിച്ച് ദേ റിക്വയർ.
മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് സിഗ്നൽ എത്തുക? സിഗ്നൽ വരുമ്പോൾ അതിന് പ്രത്യേകം IP അഡ്രസ്സ് പോലെ കമ്പ്യൂട്ടറിൽ നമ്മളറിയാം IP അഡ്രസ്സ് ഉണ്ട്, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ്. അതുപോലെ തന്നെയാണ് മൊബൈലും വർക്ക് ചെയ്യുക. നമ്മുടെ കോൾ നമ്മുടെ മൊബൈലിൽ മാത്രമാണ് വരുന്നത്. അതും റീന പറയുന്നുണ്ട്. അതുപോലെയാണ് മനുഷ്യൻ്റെ തലച്ചോറും എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അത് ശരിയല്ല. കാരണം നമ്മുടെ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടല്ല. നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ന്യൂറോൺസിൻ്റെ സിഗ്നലുകൾ നമ്മുടെ നാഡിയുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആണ്. അത് ഹാക്ക് ചെയ്ത് മറ്റൊരാൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ചില മെൻ്റലിസ്റ്റുകാരും മാജിക്കുകാരും നമ്മുടെ മനസ്സ് വായിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ആക്ച്വലി നമ്മുടെ മനസ്സ് വായിക്കുകയല്ല, അവർ മറ്റൊരു രീതിയിൽ ട്രിക്ക് കാണിച്ചിട്ടാണ് അത് സാധ്യമാക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സ് വായിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനോ മറ്റൊരാൾക്ക് സാധ്യമല്ല. സ്വാധീനം ചെലുത്താം, അതല്ലാതെ ഒരു മൊബൈൽ ഫോൺ പോലെ ലിങ്ക് കിട്ടിയാൽ അല്ലെങ്കിൽ അഡ്രസ്സ് കിട്ടിയാൽ മറ്റൊരാൾക്ക് വായിക്കുവാൻ സാധിക്കില്ല. ഇതിൽ റീന പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ലോ ഫ്രീക്വൻസി സിഗ്നൽ, ലോ മൈക്രോവേവ് വേവുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അത് പിടിച്ചെടുത്താണ് നിയന്ത്രണം ഏറ്റെടുക്കുന്നത് എന്നാണ്. എന്നാൽ ഈ വീഡിയോ കണ്ടാലറിയാം, ഇവർ ഇത്രയും നാളും കുറേ ആളുകൾ ഇവർക്ക് പിന്തുടർന്നു, കാറിൻ്റെ പിന്നിൽ ഇടിക്കുവാൻ നോക്കി, രാത്രി ഒളിച്ചിരുന്ന് നിരീക്ഷിച്ചു, സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഇവർ പോകുന്നിടത്തെല്ലാം വന്നു. എന്നിട്ട് പോലും ഇവർക്ക് ശാരീരികമായിട്ട് യാതൊരു ഉപദ്രവവും ഏറ്റിട്ടില്ല. ഇവരുടെ മനസ്സിൻ്റെ നിയന്ത്രണവും മറ്റൊരാൾ ഏറ്റെടുത്തിട്ടുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇതുപോലെ മീഡിയയുടെ മുന്നിൽ വരാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ആലോചിച്ചാൽ മതി എത്ര ദുർബലമായിരുന്നു അവരുടെ ശക്തിയെന്ന്. നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം മറ്റൊരാൾക്ക് അറിയുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഒരാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഒരിക്കലും അറിയുവാൻ സാധിക്കില്ല. അതിനുള്ള കഴിവ് മനുഷ്യർക്കില്ല. എന്നാൽ യന്ത്രങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ഹാർട്ടിൻ്റെ റേറ്റ്, ഹൃദയത്തിൻ്റെ ചലനങ്ങളെല്ലാം അത് ഇലക്ട്രിക് പൾസായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ റിസീവറുകൾ ഉപയോഗിച്ചിട്ട് ഗ്രാഫായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ കൺട്രോൾ നമുക്ക് ബാഹ്യമായിട്ടുള്ള ഇലക്ട്രിക് സിഗ്നലുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. ഉദാഹരണത്തിന് എൻ്റെ കൈ, ഈ തള്ളവിരൽ മടക്കണമെന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് തലച്ചോറിലേക്ക് സിഗ്നൽ കൊടുത്തിട്ട് ഈ കൈ ഇങ്ങനെ മടക്കാം. എൻ്റെ അറിവില്ലാതെ തന്നെ ഇത് മടക്കാം. അതുപോലെ തന്നെ ചെറുവിരൽ അനക്കണമെങ്കിൽ അതിന് പ്രത്യേക സിഗ്നൽ കൊടുത്തിട്ട് ഇങ്ങനെ അനക്കാം. ഇതെല്ലാം വളരെ മുന്നേ ഉള്ള ടെക്നോളജിയാണ്. ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എലൻ മസ്കിൻ്റെ ന്യൂറോലിങ്ക് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതാണെങ്കിൽ തലയോട്ട് തുറന്നതിന് ശേഷം ചില റിസീവറുകളും ട്രാൻസ്മിറ്ററുകളും ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും തലച്ചോറിൻ്റെ ഓരോ ഭാഗങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. ഓരോരോ ഇലക്ട്രിക് സിഗ്നലുകൾ ഓരോരോ പ്രത്യേക ഭാഗത്തുണ്ടാവുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ആ ഭാഗത്ത് പ്രത്യേകം ഇലക്ട്രിക് സിഗ്നൽ കൊടുത്തിട്ട് നമുക്ക് ശരീരം വർക്ക് ചെയ്യിപ്പിക്കാം. കൈ മടക്കുകയോ കാലനക്കുകയോ കണ്ണ് ചിമ്മുകയോ നമ്മുടെ അറിവില്ലാതെ തന്നെ ഇലക്ട്രിക് സിഗ്നൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഇതുപോലുള്ള പ്രോഗ്രാമുകളുണ്ട്. അതിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളത്തിലുള്ള ചിലരാണ്. അവരാണെന്നുണ്ടെങ്കിൽ തലയോട്ടി തുറന്നിട്ടല്ല, തലയുടെ പുറംഭാഗത്താണ് ഇലക്ട്രോഡുകൾ ഫിറ്റ് ചെയ്യുക. അതിനാൽ തന്നെ ഈ സിഗ്നൽ വീക്കായിരിക്കും. ന്യൂറോലിങ്ക് ആണെങ്കിൽ നേരിട്ട് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത് ഉള്ളതിനാൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ ലഭിക്കും. പക്ഷേ അതുവഴിയും മനസ്സിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നില്ല. ചില ശരീര ചലനങ്ങളാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. ഭാവിയിൽ നമ്മുടെ തലച്ചോറിൻ്റെ ചിന്തയെല്ലാം മെമ്മറി കാർഡിലേക്ക് മാറ്റി, അതല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേക മെമ്മറിയിൽ സൂക്ഷിക്കുകയോ മെമ്മറിയിൽ നിന്ന് തലച്ചോറിലേക്ക് വരികയൊക്കെ ചെയ്യാം. പക്ഷേ അതെല്ലാം ഭാവിയിൽ ചിലപ്പോൾ 50 or 100 വർഷങ്ങളെല്ലാം അതിനെടുത്തേക്കാം. എന്നാൽ ഇപ്പോൾ 2024 ജൂണിൽ റീന പറയുന്നത് പോലെയുള്ള ടെക്നോളജി ഇല്ല. ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ ഏറ്റവും അധികം പ്രേരിപ്പിച്ചത് യൂട്യൂബ് ചാനൽ വന്ന ഈ വീഡിയോയുടെ താഴെയുള്ള ചില കമൻസാണ്. അത് വായിക്കാം. നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിനെക്കുറിച്ചുള്ള പരസ്യം നിങ്ങൾ കാണും. നിങ്ങൾ സെർച്ച് ചെയ്യാതെ തന്നെ. ഒരുപാട് തവണ എനിക്കിത് സംഭവിച്ചിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് റീന പറയുന്നത് 100% ശരിയാണ്. തങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യാതെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെല്ലാം വന്നു എന്ന്. ശരിയാണ്, പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാം. സാധാരണ രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്താൽ മാത്രമായിരിക്കും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുക. കാരണം അതെല്ലാവർക്കും അറിയാം, വളരെ ഈസിയാണ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണെന്ന് കമ്പ്യൂട്ടർ അൽഗോരിതം മനസ്സിലാക്കി അതിന് പറ്റിയുള്ള അഡ്വർടൈസ്മെൻറ്റ് നമ്മളെ കാണിക്കും. എന്നാൽ സെർച്ച് ചെയ്യാതെ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ ഇത് കാണുക? അതിലും 2-3 വഴികളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ മൊബൈലിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സാധനം, എനിക്ക് അഡിഡാസ് ഷൂ ആണ് വേണ്ടതെങ്കിൽ ഞാനൊരു ഫ്രണ്ടിനോട് പറയുകയാണ് ഇങ്ങനെ അഡിഡാസ് ഷൂ എനിക്ക് വാങ്ങണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മൊബൈലിൽ നമ്മൾ അലൗ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം അത് കേൾക്കുകയും ആ പ്രത്യേക വേർഡ് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ വീണ്ടും നമ്മളെ കാണിക്കുകയും ചെയ്യും. അതിൻ്റെ പെർമിഷൻ എല്ലാം നമ്മൾ ആ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാരണമാണ് നമ്മുടെ വോയിസ് എല്ലാം ഡിറ്റക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചില കീവേഡ്സ് അത് മനസ്സിലാക്കി ഈ പരസ്യം നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ സെർച്ച് ചെയ്യുന്നതിന് പകരം നമ്മളിത് പറഞ്ഞാലും മതി. ഇനി മറ്റൊരു കാര്യം, നമ്മൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അഡിഡാസ് ഷൂ വേണം എന്ന് വിചാരിക്കുക. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ധാരാളം പരസ്യങ്ങൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ഷർട്ടിൻ്റെ ആവാം,
സാരിയുടെ ആകാം, വീടിൻ്റെ ആകാം, വണ്ടിയുടെ ആവാം. നമ്മൾക്ക് വേണ്ടത് അഡിഡാസ് ഷൂ ആണ്. പക്ഷേ ഈ ഷൂവിൻ്റെ പരസ്യം കാണുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ക്രീനിൽ ചിലപ്പോൾ 1-2 സെക്കൻഡ് ഒന്ന് നോക്കും, പോസ് ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ പരസ്യമെല്ലാം തോണ്ടി വിടും, നമ്മൾ ശ്രദ്ധിക്കില്ല. എന്നാൽ ഈ ഷൂ കണ്ട സമയത്ത് നമ്മളൊരു ജസ്റ്റ് 2-3 സെക്കൻഡ് അത് പോസ് ചെയ്തിട്ട് നോക്കും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയക്ക് മനസ്സിലാവും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അത്. അങ്ങനെയാണ് വീണ്ടും അഡിഡാസ് ഷൂവിൻ്റെ പരസ്യം അവർ നമ്മളെ കാണിക്കുന്നത്. ഇനി മറ്റൊരു രീതി, നമ്മൾ ദിവസവും സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് 100 കണക്കിന് പരസ്യങ്ങൾ നമ്മൾ കാണും. അതൊന്നും നമ്മൾ സാധാരണ ശ്രദ്ധിക്കില്ല. എന്നാൽ നമുക്ക് ആവശ്യം അഡിഡാസ് ഷൂ ആയിരുന്നുവെങ്കിൽ അതിൻ്റെ പരസ്യം വരുമ്പോൾ മാത്രമാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്. ഇതിന് ചെറി പിക്കിംഗ് എന്ന് പറയും. ഇനി നമുക്ക് ആവശ്യം ഒരു ഐഫോൺ ആയിരുന്നുവെങ്കിൽ ആ പരസ്യം വരുമ്പോൾ മാത്രമാണ് നമ്മളത് ശ്രദ്ധിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയില്ലാതെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നമ്മൾ വിടും. അതല്ലാതെ സോഷ്യൽ മീഡിയ നമ്മുടെ മനസ്സ് വായിച്ചതിന് ശേഷമല്ല ഇത് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മളറിയാതെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലെ വിജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.